നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. KSRTC ബസ്സിടിച്ച് ശക്തൻ നഗറിൽ സ്ഥാപിച്ച പ്രതിമ തകർന്നത് വീണ്ടും പുനഃസ്ഥാപിച്ചു. നടത്തർ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് 1.5 കോടി രൂപ മൂർക്കിനിക്കര സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന ആരോപണം വാസ്തവ വിരുദ്ധമാണെന്ന് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്. കരുവാൻകാട് വിമലഗിരി പബ്ലിക് സ്കൂൾ താണിക്കുടം സെന്ററിൽ കരുത്തോടെ മുന്നോട്ട് എന്ന പ്രോഗ്രാം SIMP വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാർലിക്കാട് ബൈപ്പാസിൽ വാഹനാപകടം. സ്വകാര്യ ഓട്ടോയിൽ ടൂറിസ്റ്റ് ബസ്സിടിച്ച് വയോധികന് പരിക്ക്. വാർത്തകൾ വിശദമായി. ഉയർത്തെഴുന്നേറ്റ് ശക്തൻ തമ്പുരാൻ. KSRTC ബസ്സിടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ വെങ്കല പ്രതിമ തൃശൂർ ശക്തൻ സ്ക്വയറിൽ പുനഃസ്ഥാപിച്ചു. ശില്പി കുന്നുവിള മുരളിയുടെ നേതൃത്വത്തിലാണ് ശില്പം പുനഃസ്ഥാപിച്ചത്. തിരുവനന്തപുരത്തെ അറ്റകുറ്റപ്പണികൾക്കും മിനുക്കുപണികൾക്കും ശേഷം പ്രതിമ ഇന്നലെ രാത്രി വൈകിയാണ് തൃശൂരിലെത്തിയത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ശക്തൻ സ്ക്വയറിലെ മണ്ഡപത്തിൽ നവീകരിച്ച പ്രതിമ പുനഃസ്ഥാപിച്ചത്. ശില്പി കുന്നുവിള മുരളിയുടെയും ശിഷ്യന്മാരുടെയും നേതൃത്വത്തിലാണ് ശില്പം പുനഃസ്ഥാപിച്ചത്. ലോറിയിൽ നിന്നും ക്രെയിനിന്റെ സഹായത്തോടെയാണ് പ്രതിമ മണ്ഡപത്തിന് മുകളിൽ എത്തിച്ചത്. അവസാന മിനുക്കുപണികൾക്കും മണ്ഡപത്തിന്റെ അലങ്കാര പണികൾക്കും ശേഷം അല്പ ദിവസത്തിനകം പ്രതിമയുടെ അനാച്ഛാദനം നടക്കും. നവീകരിച്ച പ്രതിമയ്ക്ക് 10 അടി ഉയരവും 5 ടണ്ണോളം ഭാരവുമുണ്ട്. കച്ചമുറുക്കി ഉടവാളുമായി നിൽക്കുന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമയുടെ പ്രൗഢി ഒട്ടും ചോരാതെയായിരുന്നു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. 19.5 ലക്ഷം രൂപ ചെലവാക്കിയാണ് പ്രതിമയുടെ കേടുപാടുകൾ തീർത്തത്. ജൂണിലാണ് KSRTC ബസ്സിടിച്ച് പ്രതിമ തകർന്നത്. അപകടത്തിൽ പ്രതിമയുടെ അരയ്ക്ക് താഴെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു. തുടർന്ന് തിരുവനന്തപുരം പാപ്പനംകോട് എത്തിച്ചാണ് ശില്പി കുന്നുവിള മുരളി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. 2013 ശക്തൻ നഗറിൽ പ്രതിമ ആദ്യം സ്ഥാപിച്ചത്. പ്രതിമ പുനർനിർമ്മാണത്തിനായി KSRTC നഷ്ടപരിഹാര തുകയും നൽകിയിരുന്നു. ശക്തൻ സ്ക്വയറിലെ സിമന്റ് പീഠത്തിൽ ഉറപ്പിച്ച പ്രതിമയുടെ അവസാന മിനുക്കുപണികൾ ആരംഭിച്ചതായും ശില്പി കുന്നുവിള മുരളി അറിയിച്ചു. നടത്തറ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് 1.5 കോടി രൂപ മൂർക്കിനിക്കര ബാങ്കിൽ നിക്ഷേപിച്ചതിനെതിരെ നടത്തുന്ന ആരോപണം തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് പറഞ്ഞു. പഞ്ചായത്ത് രൂപീകരണ കാലഘട്ടം മുതൽ വിവിധ ബാങ്കുകളിലാണ് തനത് ഫണ്ട് നിക്ഷേപം നടത്തുന്നത്. ഇത്തരത്തിലാണ് 1963 മുതൽ മൂർക്കിനിക്കര ബാങ്കിലും നിക്ഷേപം ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ ബാങ്കിൽ നിന്നും തുക ലഭിക്കുന്നില്ല എന്നുള്ള ആരോപണം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഫണ്ട് ചെലവഴിക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ആവശ്യമാണെന്നും പഞ്ചായത്തിൽ നിന്നും നൽകുന്ന ചെക്കിന് പണം ലഭിക്കാത്ത അവസ്ഥ ഇന്നേവരെ ഉണ്ടായിട്ടില്ലെന്നും മൂർക്കിനിക്കര ബാങ്കിനെതിരെ നടത്തുന്ന ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് CTVയോട് പറഞ്ഞു. നടത്തറ ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൻ്റെ അക്കൗണ്ട് മൂർക്കിനിക്കര സർവീസ് സഹകരണ ബാങ്കിലും പഞ്ചാബ് നാഷണൽ ബാങ്കിലുമായിട്ടാണ് ഉള്ളത്. അതുകൂടാതെ മറ്റ് ഫണ്ടുകൾ സർക്കാരിൻ്റെ മാറി മാറി വരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിവിധങ്ങളായ ബാങ്കുകളിൽ ഉണ്ട്. നടത്തറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടിൻ്റെ അക്കൗണ്ട് മൂർക്കിനിക്കര സർവീസ് സഹകരണ ബാങ്കിൽ ഈ ഭരണസമിതിയുടെ കാലത്ത് ആരംഭിച്ചതല്ല. പഞ്ചായത്ത് രൂപീകരണത്തിൻ്റെ കാലഘട്ടം മുതൽ, അതായത് 1963 കാലഘട്ടങ്ങളിൽ മുതൽ ആരംഭിച്ചിട്ടുള്ളതാണ്. ഇന്ന് അവിടെ 1.5 കോടിയുടെ നിക്ഷേപം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി ഗ്രാജുവലി വളർന്നു വന്ന നിക്ഷേപത്തിൻ്റെ കണക്കാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ച കാലഘട്ടം മുതൽ നിരവധിയായ UDFൻ്റെ ഭരണസമിതിയുടെ കാലത്ത് കൂടി നിരവധിയായ പ്രസിഡന്റുമാർ മാറി മാറി വന്ന ഭരണസമിതിയുടെ കാലത്തും ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയുണ്ടായിട്ടില്ല. ഗ്രാമപഞ്ചായത്തിൻ്റെ നിരവധിയായ വികസന പ്രവർത്തനങ്ങളിൽ അത് ഇപ്പോൾ മാത്രമല്ല, തുടർന്ന് UDFൻ്റെ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ കൂടി EMS ഭവന പദ്ധതിക്ക് അടക്കം 1.5 കോടി രൂപയുടെ വായ്പ അടക്കം കൊടുക്കാൻ സന്നദ്ധരായി വന്നത് മൂർക്കിനിക്കര സർവീസ് സഹകരണ ബാങ്കാണ്. അതുകൂടാതെ ഓരോ വാർഷിക പദ്ധതിയുടെ സമയത്തും പഞ്ചായത്തിൻ്റെ പദ്ധതികൾക്കൊപ്പം നിന്നുകൊണ്ട് നിരവധിയായ സഹായങ്ങൾ മൂർക്കിനിക്കര സഹകരണ ബാങ്ക് പദ്ധതി പ്രവർത്തനങ്ങളിലായാലും പദ്ധതി ഇതര പ്രവർത്തനങ്ങളിലായാലും എക്കാലത്തും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് വിഹിതം
1.5 കോടി രൂപയോളം വരുന്ന ഓൺ ഫണ്ടിൻ്റെ വിഹിതം അവിടെ കുന്നുകൂടി ഇരിക്കുക എന്നുള്ളത് ഒരു ആരോപണം, തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം തന്നെയാണ്. കാരണം ഓൺ ഫണ്ട് ചെലവഴിക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾക്കും മാർഗ്ഗരേഖകൾക്കും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പഞ്ചായത്തിൻ്റെ ദൈനംദിന ചെലവുകൾ, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് അടക്കമുള്ള, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പരിപാലനം അടക്കമുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് ആ ഫണ്ട് തന്നെയാണ് ചെലവഴിച്ചു പോകുന്നത്. സാധാരണ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇത്തരം പദ്ധതികളുടെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നതും ബില്ലുകൾ പൂർത്തിയാകുന്നതും. ആ സമയത്ത് അത്തരം ചെക്കുകൾ മാറി പോകാറുമുണ്ട്. ഇന്നത്തെ ദിവസം വരെ ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൻ്റെ കൊടുത്ത യാതൊരു ചെക്കുകളും മാറാതെ വരികയോ മറ്റ് തടസ്സങ്ങൾ നേരിടുകയോ ഗ്രാമപഞ്ചായത്തിന് ഉണ്ടായിട്ടില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒപ്പം നിന്ന് സഹായിക്കുന്ന മൂർക്കനിക്കര സർവീസ് സഹകരണ ബാങ്കിന് നമ്മുടെ പഞ്ചായത്തിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുന്ന പക്ഷമാണ് പഞ്ചായത്തിന് മാറി ചിന്തിക്കേണ്ട കാര്യം വരുന്നുള്ളൂ. സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത മൂർക്കനിക്കര സർവീസ് സഹകരണ ബാങ്കിന് സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഏതൊരു ധനകാര്യ സ്ഥാപനത്തിനായാലും വായ്പകളും കുടിശ്ശിക നിവാരണവും ഒക്കെ ആയിട്ട് ഒരു സാമ്പത്തിക അച്ചടക്കം ഇപ്പോൾ സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതൊരു സഹകരണ സ്ഥാപനങ്ങളുടെയും വിശ്വസ്തത ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ മൂർക്കനിക്കര സർവീസ് സഹകരണ ബാങ്കുകളിൽ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടുകളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ഇതുവരെ നൽകിയിട്ടുള്ള യാതൊരു ചെക്കുകളും മാറാതിരിക്കുകയോ തടസ്സം നേരിടുകയോ നമുക്കുണ്ടായിട്ടില്ല. അപ്പോൾ അത്തരം ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ മാത്രമാണ് നമുക്കതിനെ പറ്റിയിട്ട് കൂടുതൽ ആലോചിക്കേണ്ടതുള്ളൂ എന്നാണ് ഭരണസമിതിയുടെ കാഴ്ചപ്പാട്. ചിയാരം സെന്റ് വിൻസെന്റ് ഡി പോൾ കോൺഫറൻസിന്റെ സുവർണ ജൂബിലി പ്രവർത്തനങ്ങളുടെ സമാപന സമ്മേളനം ചിയാരം വിജയമാത പള്ളി അങ്കണത്തിൽ ഞായറാഴ്ച നടത്തുമെന്ന് സംഘാടകർ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചിയാരം സെന്റ് വിൻസെന്റ് ഡി പോൾ കോൺഫറൻസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജോ ജോയ് പല്ലിശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. റവന്യൂ മന്ത്രി കെ രാജൻ ചിയാരം സെന്റ് വിൻസെന്റ് ഡി പോൾ കോൺഫറൻസിന്റെ സ്ഥാപക അംഗങ്ങളെ ആദരിക്കും. സമാപന പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് ഇടവക അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും കലാസദൻ അവതരിപ്പിക്കുന്ന ലഘു നാടകവും സ്നേഹവിരുന്നും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ വിജോ ജോയ് കുര്യാക്കോസ് പല്ലിശ്ശേരി, ജോയിന്റ് ജനറൽ കൺവീനർ ബൈജു പോൾ, ഫിനാൻസ് കൺവീനർ റാഫി കടവി, ചികിത്സാ സഹായം കൺവീനർ ഇ.ജി. സാംസൺ എന്നിവർ പങ്കെടുത്തു. പുത്തൻകാട് നവയുഗം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ലോക പ്രമേഹ ദിനത്തിൽ സൗജന്യ പ്രമേഹ പരിശോധന ക്യാമ്പ് നടത്തി. ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന ഇന്നത്തെ സമൂഹത്തിന്റെ ശാരീരിക ക്ഷമത പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നതിനും സമയം കണ്ടെത്തുന്നതിനും പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും ക്യാമ്പിൽ ഓർമ്മപ്പെടുത്തി ഉല്ലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, CPI ലോക്കൽ സെക്രട്ടറി TS മുരളീധരൻ, അഖിൽ PS, NK സനൽകുമാർ, K ഗോവിന്ദൻകുട്ടി, KR കൃഷ്ണകുമാർ, രജനി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കരുവാൻകാട് വിമലഗിരി പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ താണിക്കുടം സെന്ററിൽ സംഘടിപ്പിച്ച കരുത്തോടെ മുന്നോട്ട് എന്ന പ്രോഗ്രാം തൃശൂർ സിറ്റി സബ് ഇൻസ്പെക്ടർ MP വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിമലഗിരി പബ്ലിക് സ്കൂൾ മാനേജർ ഫാദർ കുര്യാക്കോസ്, സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ വെച്ച് വയനാട് ദുരന്തഭൂമിയിൽ സന്നദ്ധ സേവനത്തിന് പോയ മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായ സേതു താണിക്കുടത്തിനെ ആദരിച്ചു. പ്രോഗ്രാമിനോടനുബന്ധിച്ച് കുട്ടികളുടെ നിരവധി കലാപരിപാടികൾ താണിക്കുളം സെന്ററിൽ അവതരിപ്പിച്ചു. ശിശുദിന റാലി ദിവസം തന്നെ ഏകദേശം 100ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും 7 ദിവസം കൊണ്ട് നടത്തിയ പരിശീലനത്തിൽ സംഘടിപ്പിച്ച ഓരോ പ്രോഗ്രാമും വയനാട് ദുരന്തമുഖം വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്നു എന്ന് ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് മറുപടി പ്രസംഗത്തിൽ സേതു താണിക്കുടം പറഞ്ഞു. വിമലഗിരി പബ്ലിക് സ്കൂൾ തനിക്ക് നൽകിയ ആദരവ് മാതൃകാപരമാണെന്നും സന്നദ്ധ സേവന പ്രവർത്തകർക്ക് ഊർജം പകരുന്നതാണെന്നും കൂട്ടിച്ചേർത്തു. കരാട്ടെ കണ്ടു, സുംബ ഡാൻസ് കണ്ടു. ഇനി കുറേ അധികം കുട്ടികൾ വെയിറ്റിങ്ങിലാണ്. അവരുടെയൊക്കെ കലാപരിപാടികൾ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ പറയുന്നില്ല. സ്കൂളിലും കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അവിടുത്തെ അധ്യാപകർക്കും അനധ്യാപകർക്കും ഈ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നു. കുട്ടികൾക്ക് ശിശുദിന ആശംസകൾ നേരുന്നു. ഈ സ്കൂളിൻ്റെ ഇത്തരം നല്ല ആക്ടിവിറ്റീസിൽ വളരെ സന്തോഷം. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.
ഒരിടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ 16ാം ഡിവിഷൻ 46 നമ്പർ അംഗൻവാടിയിലെ ശിശുദിനാഘോഷങ്ങൾ മുൻ കൗൺസിലർ MR റോസിലി ഉദ്ഘാടനം ചെയ്തു. PV സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. പ്രീ സ്കൂൾ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. തുടർന്ന് കലാപരിപാടികളും കുട്ടികൾക്ക് മധുര പലഹാര വിതരണവും നടത്തി. ടീച്ചർ സോഫിയ സ്വാഗതവും നിക്സൺ നീലങ്കാവിൽ നന്ദിയും പറഞ്ഞു. കേരളത്തിലെ പെയിന്റ് വിൽപ്പന നടത്തുന്ന വ്യാപാരികളുടെ സംഘടനയായ ഓൾ കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തൃശൂർ ജില്ലാ വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടത്തും. ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സോണി മാത്യു ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് സോണി തോമസ് അധ്യക്ഷത വഹിക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് മുഖ്യാതിഥിയായിരിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്മിത്ത് പാലപ്പുറം മുഖ്യ പ്രഭാഷണം നടത്തും. AKPDAയുടെ ഭാരവാഹികളായ ദേവസി കൊക്കൻ, നജാഹ്, രാജൻ ജോസഫ്, PP അബ്ദുൽ സലാം, രാജു ജോർജ്, സുനിൽ മാവേലി, ജോഷി തേറാട്ടിൽ, പ്രദീപ്, അനിൽകുമാർ KG എന്നിവർ സംബന്ധിക്കും. സമ്മേളനം വിജയമാക്കുന്നതിന് വേണ്ടി ജില്ലയിലെ മുഴുവൻ പെയിന്റ് വ്യാപാരികളും പങ്കെടുക്കുകയും സഹകരിക്കുകയും വേണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സോണി തോമസ്, ജനറൽ സെക്രട്ടറി ദേവസി കൊക്കൻ, ട്രഷറർ രാജു ജോർജ്, സംസ്ഥാന കോർഡിനേറ്റർ നജാഹ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ PP അബ്ദുൽ സലാം എന്നിവർ പങ്കെടുത്തു. മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്ര ജീവനക്കാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേമനിധി ഫണ്ടിൽ നിന്നും കുടുംബ പെൻഷൻ കൈപ്പറ്റുന്നവർ
നവംബർ 20 മുൻപായി ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് ക്ഷേമനിധി സെക്രട്ടറി അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്ര ജീവനക്കാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേമനിധി ഹൗസ്ഫെഡ് കോംപ്ലക്സ് PO എരഞ്ഞിപ്പാലം കോഴിക്കോട് 6730006 എന്ന വിലാസത്തിലാണ് സർട്ടിഫിക്കറ്റ് അയക്കേണ്ടത്. ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ആധാർ നമ്പർ, മെയിൽ വിലാസം, ടെലിഫോൺ നമ്പർ എന്നിവ വ്യക്തമാക്കി വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ, ബാങ്ക് മാനേജർ, ക്ഷേമനിധി ബോർഡ് മെമ്പർ ഒപ്പിട്ടതായിരിക്കണം സർട്ടിഫിക്കറ്റ്. 60 വയസ്സിൽ താഴെ പ്രായമുള്ള കുടുംബ പെൻഷൻകാർ പുനർവിവാഹം നടത്തിയിട്ടില്ല എന്ന സാക്ഷ്യപത്രം കൂടി സമർപ്പിക്കണം. ഫോൺ നമ്പർ 0495-236-0720. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആഘോഷിച്ചു. ജവഹർ ബാലമഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജോണി അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. KC അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി. അപകടക്കെണിയായ പാർലിക്കാട് ബൈപ്പാസിൽ വാഹനാപകടം, വയോധികന് പരിക്കേറ്റു. കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാർലിക്കാട് ബൈപ്പാസിലാണ് ഇന്നലെ രാവിലെ 8:30 തൃശൂർ മാർക്കറ്റിൽ നിന്നും പച്ചക്കറിയുമായി വന്നിരുന്ന സ്വകാര്യ ഓട്ടോയിൽ എതിരെ വന്നിരുന്ന ടൂറിസ്റ്റ് ബസ്സിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ ചേക്കര സ്വദേശി തെക്കത്ത് വീട്ടിൽ ഹനീഫയെ ഓടിക്കൂടിയവർ ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റൊരു ടാക്സി ഓട്ടോറിക്ഷയും അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും നിസ്സാര പരിക്കുകളോടെ ഡ്രൈവർ രക്ഷപ്പെട്ടു. ഇയാളെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും സ്വകാര്യ ബസിന്റെ മുൻഭാഗം ഭാഗികമായും തകർന്നു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക്. കേരളത്തിൽ മൃഗാവകാശ രംഗത്ത് വർഷങ്ങളായി സജീവ പ്രവർത്തനം നടത്തിപ്പോരുന്ന പ്രധാനപ്പെട്ട 8 സംഘടനകൾ മൃഗങ്ങളുടെ അവകാശങ്ങളും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനായി ഒരുമിച്ച് ചേരുന്നു. സമസൃഷ്ടി, ഫെഡറേഷൻ ഓഫ് ആനിമൽ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് ഓഫ് കേരള എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംഘടന തൃശൂരിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു. മൃഗങ്ങൾക്ക് അവർക്ക് പ്രകൃതിയാലും നിയമം വഴിയും കിട്ടിയിരിക്കുന്ന അവകാശങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ലംഘനം, മൃഗങ്ങളോട് കേരള സമൂഹം തുടർന്നു പോരുന്ന അസഹിഷ്ണുത, അവരോട് കാണിക്കുന്ന അവിശ്വസനീയമായ ക്രൂരത, അത്തരം കേസുകളിൽ നിയമപാലകർ കാട്ടുന്ന നിരന്തര അലംഭാവം, മൃഗങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ജൈവ ലോക സവിശേഷതകളെക്കുറിച്ചുമുള്ള സമൂഹത്തിന്റെ അജ്ഞത തുടങ്ങി ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ചേരാത്ത വിധമുള്ള കരുണാരഹിതമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്ക് നിന്നുള്ള സംഘടനകളുടെ പോരാട്ടങ്ങൾ പോരാതെ വന്നതുകൊണ്ടാണ് സമസൃഷ്ടി രൂപപ്പെട്ടിരിക്കുന്നത്. സമസൃഷ്ടി മൃഗങ്ങളുടെ ക്ഷേമത്തിനും അവകാശങ്ങൾക്കും അവരർഹിക്കുന്ന നീതി ഉറപ്പാക്കുന്ന ദീർഘകാല പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും മുൻതൂക്കം നൽകുക. ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജീവസമൂഹമെന്ന നിലയിൽ മൃഗങ്ങൾക്ക് ലഭ്യമാകേണ്ട നീതി ഭരണതലത്തിലും നിയമമാർഗത്തിലും ലഭ്യമാക്കാനുള്ള ശ്രമമാണ് ഈ കൂട്ടായ്മ നടത്തുക. ഒപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് സംഘടനകൾക്ക് ധാർമ്മിക പിന്തുണയും പ്രോത്സാഹനവും നൽകുകയും ചെയ്യും. 2-ൽ കൂടുതൽ വർഷങ്ങൾ മൃഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സജീവമായും ഗുണപ്രദമായും പ്രവർത്തിച്ച 8 രജിസ്ട്രേഡ് മൃഗാവകാശ സംഘടനകൾക്കും സമസൃഷ്ടിയിൽ അംഗമാകാമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കലിന്റെ പിതാവ് കാഞ്ഞിരത്തിങ്കൽ ജോസഫ് നിര്യാതനായി. 88 വയസ്സായിരുന്നു.
വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെ വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയിൽ പൊതുദർശനം ഒരുക്കിയിരുന്നു. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നടത്തറ തിരുഹൃദയ ദേവാലയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഭാര്യ റോസി, സിസ്റ്റർ ബീന, ഫാദർ ആന്റോ എന്നിവരാണ് മറ്റ് 2 മക്കൾ. വഴക്കുംപാറ കൊടക്കേടത്ത് അപ്പുനായർ മകൻ ജയകുമാർ നിര്യാതനായി. 51 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് വസതിയിൽ വെച്ച് നടന്നു. അമ്മ കുറ്റിയിൽ വിലാസിനി, ഭാര്യ സബിത, മക്കൾ മഹാദേവ്, മഹാലക്ഷ്മി. അമ്മ ടീച്ചറെന്ന തെക്കൂട്ട് സരസ്വതി അമ്മ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 3 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTC ബസ്സിടിച്ച് ശക്തൻ നഗറിൽ സ്ഥാപിച്ച പ്രതിമ തകർന്നത് വീണ്ടും പുനഃസ്ഥാപിച്ചു. നടത്തറ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് 1.5 കോടി രൂപ മൂർക്കിനിക്കര സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന ആരോപണം വാസ്തവ വിരുദ്ധമാണെന്ന് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്. കരുവാൻകാട് വിമലഗിരി പബ്ലിക് സ്കൂൾ താണിക്കുടം സെന്ററിൽ കരുത്തോടെ മുന്നോട്ട് എന്ന പ്രോഗ്രാം SIMP വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാർലക്കാട് ബൈപ്പാസിൽ വാഹനാപകടം. സ്വകാര്യ ഓട്ടോയിൽ ടൂറിസ്റ്റ് ബസ്സിടിച്ച് വയോധികന് പരിക്ക്. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.